സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളായിരുന്നു ചിന്തിച്ചത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വചനമാണ് നാം ചിന്തിച്ചത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സ്തോത്രം നാം മനസ്സിലാക്കിയായിരുന്നു. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചു, അവസാന കല്ലൂടെ ആലയത്തിൻ്റെ എന്ന് വെച്ചാൽ അവസാന വ്യക്തിയും കൂടെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സഭയാം ആലയത്തിൻ്റെ അവസാന കല്ലൂടെയാകുമ്പോൾ അതെപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. അപ്പോൾ കർത്താവ് വരും. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ എത്ര പേര് രക്ഷിക്കപ്പെടുമെന്നും അറിയാം, ആരൊക്കെ സഭയുടെ അംഗമാകുമെന്നുള്ള കാര്യം അറിയാം. കർത്താവിന് ഈ കാര്യം കൃത്യമായിട്ട് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ വീമ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. ഇതെല്ലാം കർത്താവിന് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. കർത്താവിന് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ചിലർ വലിയ വലിയ സഭയുടെ കാര്യങ്ങൾ പറയും. ബാംഗ്ലൂർ വലിയൊരു സഭയാണ്, പേരെടുത്ത് പറയുന്നത് വലിയ സഭയാണ്. സത്യത്തിൽ ഈ ബാംഗ്ലൂർ സഭയിൽ ചെല്ലുന്ന എല്ലാ ആളുകൾക്കും നാട്ടിലൊരു ലോക്കൽ സഭയുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ അത്? നമ്മുടെ സഭയിലെ ആളുകളും ആ സഭയിൽ പോകുന്നുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെയാണ്, കല്യാണമോ മരണമോ അടക്കമോ എന്ത് വന്നാലും ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഉള്ള ആളുകൾ അവിടെ സിറ്റി പട്ടണത്തിൽ ജോലിക്ക് ചെല്ലുമ്പോൾ തൽക്കാലത്തേക്ക് അവരവിടെ ആയിരിക്കുക. നമ്മുടെ പിള്ളേരൊക്കെ മസ്കറ്റിലായിരുന്നു. അവിടെ വലിയ സഭയാണ്. വലിയ സഭയാണെന്ന് പറഞ്ഞാലും അവരവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? തിരിച്ച് മാതൃസഭയിലേക്ക് വരും. അപ്പോൾ ഇതിനെന്തോ ഈ പറയാനുള്ളത്? പിന്നെ അവിടെ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഇവരെന്ത് ചെയ്യും? സ്നാനപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അവർ നാട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ രജിസ്റ്റർ അവിടുന്ന് ബാപ്തിസ്മ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ ചേർക്കും. അതൊക്കെയാണ് ഇതിനകത്തെ സത്യം. അതുകൊണ്ട് ഈ ആലയം എന്ന് പറയുന്ന, സഭയെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വകയാണ്. ഒരു വലിയ പാസ്റ്ററുടെയല്ല, ഒരു വലിയ സഭയുടെയല്ല, വലിയ സംഘടനയുടെയല്ല. ഒരു സംഘടനകളും ആർക്കും വേണ്ടി രക്തം ഊറ്റി കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. വലിയ വലിയ കാര്യങ്ങളെല്ലാവരും പറയും. യേശു കർത്താവ് മാത്രമാണ് സഭയുടെ നാഥൻ. യേശു കർത്താവാണ് സഭയുടെ ഉടമസ്ഥൻ. യേശു കർത്താവാണ് മണവാളൻ. സ്തോത്രം. യേശു കർത്താവാണ് സഭയുടെ തല. സ്തോത്രം. ഒരു നേതാക്കന്മാരും സഭയുടെ തലയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു നേതാക്കന്മാർക്ക് ഓശാന പാടി നടക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. സഭയുടെ നാഥൻ ആരാ? കർത്താവാ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ എന്ത് ചെയ്തിരിക്കുന്നു? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏകപുരുഷന് അവനുമായിട്ടാണ് നമുക്ക് എന്തുള്ളത്? കാര്യമുള്ളത്. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചു. 7 മുതലുള്ള വാക്യം. 19:7. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭയെ കുറിച്ച് കർത്താവ് പറയുന്ന അവൻ്റെ കാന്തയാ. ആ ഒരു വലിയ ബന്ധം ഇന്ന് ഇസ്രായേലിന് പോലും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം ഒന്നാലും നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുകയില്ലേ? ഇസ്രായേൽ ദൈവത്തിൻ്റെ ജാതിയാ. അബ്രഹാമിനെ കൂടെ ദൈവം തിരഞ്ഞെടുത്തതാ. ഇസഹാക്ക് അല്ലെങ്കിൽ യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ച് ജയിച്ചതാ. പക്ഷേ അവരാന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നില്ല എങ്കിൽ അവർ കർത്താവിൻ്റെ കാന്തയല്ല, സഭയുടെ അംഗമല്ല. സ്തോത്രം. അപ്പോൾ ആർക്കാ പദവി? ദൈവമക്കൾക്കാ. നമുക്ക് സന്തോഷമില്ലേ? ദൈവമക്കൾക്കാ പദവി. അത് നമ്മൾ അറിയണം. ദൈവമക്കൾക്ക് അങ്ങനെ ഒരു പദവിയുണ്ട്. സ്തോത്രം. അതിനകത്ത് പണമോ സ്വാധീനമോ നിറമോ സമ്പത്തോ ഇതൊന്നും ഒരു വിഷയമല്ല. ഈയിടെ ഒരു ദൈവാസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, കൈയില്ലാത്തവനോ കാലില്ലാത്തവനോ കണ്ണില്ലാത്തവനോ ആയിട്ടാണ് മരിക്കുന്നതെങ്കിലും പുതിയ ശരീരം വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. പുതിയ ശരീരം വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണമേ. ഈ മൺകൂരാരം ഇവിടെ വെച്ച് പൊടിഞ്ഞു പോകും, തീർന്നു പോകും. ഹല്ലേലൂയ. ഈ മൺകൂടാരം മണ്ണിലേക്ക് തീരുക. ഹല്ലേലൂയ. ഇന്നലെ ഞങ്ങളുടെ ഒരു അപ്പാപ്പൻ മരിച്ചാൻ പോയായിരുന്നു. ആ മണ്ണിടുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പള്ളിയുടെ അകത്ത് കയറി നിന്നു.
അവിടെ നിന്നു. അദ്ദേഹം പറയുമ്പോൾ സത്യത്തിൽ ആ വാക്ക് കേൾക്കുമ്പോൾ ഒരിതാ, നീ മണ്ണാകുന്നു, മണ്ണിൽ തിരികെ ചേരുമെന്നുള്ള നിന്റെ തിരുവിഷ്ടം ഈ ദാസനിൽ നിവൃത്തിയാകുന്നു. അതൊരു ഭയങ്കര പറച്ചിലാണ് കേട്ടോ. നീ മണ്ണാകുന്നു, മണ്ണിൽ തിരികെ ചേരുമെന്നുള്ള നിന്റെ വചനം എന്ത് ചെയ്യുക, എടുത്തു പറയുക. സത്യത്തിൽ നല്ല കാര്യമല്ലേ? നീ മണ്ണാകുന്നു, മണ്ണിൽ തിരികെ ചേരുമെന്നും പറഞ്ഞ് ഈ വചനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ, നിന്റെ ദാസനിൽ നിവൃത്തിയാകുന്നു. സ്തോത്രം. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. മണ്ണിലോട്ട് ചേർക്കുക. പെട്ടിക്കകത്താ മണ്ണിട്ട്. നമ്മുടെ ഇടയിൽ ചിലർ പറയും പെട്ടിക്കകത്ത് മണ്ണിടരുതെന്ന്. എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ചിന്ത ഇനി ഈ മുണ്ട് അല്ല അലക്കി തേച്ച് പിന്നെയും പോകുമെന്ന് ഓർത്താണ്. സത്യത്തിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മണ്ണാകുന്നു, മണ്ണിൽ തിരികെ ചേരും. അങ്ങനെ അത് ചെയ്യണ്ടേ, പൊടിയിൽ ചെയ്യണം. അല്ലാതെ സെല്ലിനകത്തോട്ട് വെച്ചേച്ച് പുറത്തുനിന്ന് പെട്ടി അടച്ചെല്ലാം കയറ്റി വെച്ച് കുറച്ച് അങ്ങോട്ട് മണ്ണെടുത്ത് എറിയുക. അത് വലിയ ആളുകൾ ചെയ്യുമ്പോൾ അതാ ശരി, അതല്ല അതിൻ്റെ ശരി. സ്തോത്രം. ഹല്ലേലൂയ. മണ്ണാകുന്നു, മണ്ണിൽ എന്ത് ചെയ്യുക, തിരികെ ചേരുക. ആ മണ്ണിടണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ, കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഹല്ലേലൂയ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സാധാരണയായി വായിച്ചു പോകുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. പക്ഷേ കർത്താവ്, ഈ യേശു കർത്താവ് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരുത്തരും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. വേറെ ഒരുത്തരും പറഞ്ഞിട്ടില്ല. അതെന്താണ്? നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് പറയാ ശിഷ്യന്മാരോട്, ഹൃദയം കലങ്ങാനുള്ള സമയമായിട്ടുണ്ട്. സത്യത്തിൽ ഈ ശിഷ്യന്മാരൊക്കെ കർത്താവിനെ പിൻപറ്റിയത് നന്മയുണ്ടാകും, അനുഗ്രഹിക്കപ്പെടും. കാരണം അപ്പത്തിനും കുറവില്ല, ഒന്നിനും ഒരു കുറവില്ല. കർത്താവിൻ്റെ അടുക്ക ചെന്നാൽ ഒന്നിനും ഒരു കുറവില്ല. ഇനി അപകടം ഉണ്ടായാലോ അതും പേടിക്കണ്ട. കാറ്റ് കടല് ശാന്തമാകുമെന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പിച്ചാൽ അങ്ങനെ നടക്കും. ഇനിയും ഗതികേടിന് കാശ് കയ്യിലില്ലെങ്കിൽ, കരം കൊടുക്കാൻ കാശില്ലെങ്കിലും ചൂണ്ടയിട്ട് കടലിലേക്ക് പോ, നീ പിടിക്കുന്ന മീൻ്റെ വായിൽ ദ്രഹ്മയുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അവരെല്ലാം സന്തോഷിച്ചിരുന്ന. പക്ഷേ ഈ കർത്താവ് അവരെ വിട്ടുപോകുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ളൊരു കാര്യം അവരുടെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് അവരെ വിട്ടുപോകുമെന്നുള്ള ആ ഒരു കാര്യം അവരുടെ സ്വപ്നത്തിലില്ലായിരുന്നു. നമ്മൾ ഓരോരുത്തരും അവരവരുടെ സമയമാകുമ്പോൾ വിട്ടുപോകും. അവരവരുടെ സമയമാകുമ്പോൾ എന്തു ചെയ്യും? ഹല്ലേലൂയ. ഞാൻ പണ്ട് ഓർപ്പിച്ച കാര്യമാണ്. ഈ വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് നിൽക്കുമ്പം അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. പിറവത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, ഗ്രേസ് സ്റ്റാൻഡ് വിട്ടു പോകണം എന്ന് വെച്ചാൽ പിറവ മൂവാറ്റോടെ ഓടുന്ന ബസ്സിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് വിട്ടു പോകണമെന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഉറക്കെ എന്ത് ചെയ്യും, പറയും. അത് കഴിയുമ്പോഴത്തേക്ക് അവരെന്നാ ചെയ്യുമെന്നറിയാം, ഈ വണ്ടി ഒന്ന് മൂപ്പിക്കും ഇവരെ കാണാൻ വേണ്ടി. ഞങ്ങൾ എടുക്കുവാന്നറിയാൻ. എന്നിട്ട് അവർ ഒരു അര മിനിറ്റൂടെ അവിടെ നിർത്തും. അപ്പോഴത്തേക്ക് വീണ്ടും സ്റ്റാൻഡ് വിട്ടു പോകണം. അപ്പോൾ അവർ ആ ഗേറ്റിലേക്ക്, നിങ്ങൾ ഈ ഞാൻ പറയുന്ന കാര്യം കള്ളമാണെന്ന സ്റ്റാൻഡിൽ കയറി നോക്ക്, ആ പുറത്തുണ്ട് വാതിലിലോട്ട് എടുക്കലോട്ട് കുറച്ചുകൂടെ നിർത്തും. അങ്ങനെ കാണുമ്പോൾ വീണ്ടും പറയും സ്റ്റാൻഡ് വിട്ടു പോകണമെന്ന്. നമ്മളോട് ഒരു ദിവസം പറയും ഈ സ്റ്റാൻഡ് വിട്ടു പോകണമെന്ന്. ഈ സ്റ്റാൻഡ് വിട്ടു പോകണം. ഇതല്ല നമ്മുടെ സ്റ്റാൻഡ്. അതെല്ലാവരും ഒന്ന് അറിയുവാണെങ്കിലുണ്ടല്ലോ, എല്ലാവരും അതൊന്ന് അറിയണം. ഇതല്ല നമ്മുടെ സ്റ്റാൻഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ ഈ മെനക്കെടുന്നത്. ഈ ലോകത്തിൽ നമുക്ക് വേണ്ട നന്മകളെല്ലാം വേണം, വേണ്ടാന്നൊന്നും ഞാൻ എതിര് പറയുകയില്ല. നല്ലൊരു വാഹനവും നല്ലൊരു വീടും നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നല്ലതാണ്, അതിനൊന്നും എതിർപ്പല്ല. ദൈവം നമുക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും അനുഭവിക്കാൻ തന്നാൽ സ്തോത്രം, അത് നമ്മൾ അനുഭവിക്കാം. എന്തെങ്കിലും പണമോ ധനമോ ഉണ്ടാകുന്നത് ദൈവവചനത്തിന് വിരുദ്ധമല്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് കൂടി എന്ത് ചെയ്യണം? ഉപകാരപ്പെടണം. ഹല്ലേലൂയ. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസഹാക്കും ബഹുസമ്പന്നനായിരുന്നു. എങ്ങനെയാ സമ്പത്തുണ്ടായത്? ഇസഹാക്ക് വെറും
വിതച്ചപ്പോൾ എത്ര മേനിയാണെന്നറിയാവും? 100 മേനിയാണ് വിളഞ്ഞത്. ഒരു പനാമറും അടിച്ചില്ല കേട്ടോ, ഒരു ഇതും അടിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവന് അതുപോലെ അങ്ങ് വർദ്ധിക്കുക, ആടുമാടുകൾ വർദ്ധിക്കുക. ഹല്ലേലൂയ. ആടുമാടുകൾ ദൈവം കൽപ്പിച്ചാൽ എന്താ ബുദ്ധിമുട്ട്? നമ്മൾ ഇയ്യോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട്, നമ്മൾ ആദ്യത്തെ അധ്യായവും അവസാനത്തെ അധ്യായം ഇയ്യോബിൻ്റെ കാര്യം പറയുമ്പം എല്ലാം ഇരട്ടിയായിട്ട് നൽകി. ഹല്ലേലൂയ. എല്ലാം ഇരട്ടിയായിട്ട് എന്ത് ചെയ്തു? നൽകി. മക്കള് ദൈവസന്നിധിയിൽ പോയി, കാരണം അവർക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്? യാഗം കഴിക്കുന്നതാണ്. അവരെല്ലാം അവരുടെ ഒരു വീട്ടിൽ സന്തോഷിച്ച് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാറ്റ് വന്ന് എന്ത് ചെയ്തത്? അടിച്ചത്. സ്തോത്രം. സമ്പത്തെല്ലാം നൽകി, ഇരട്ടി നൽകി. മക്കളെ വീണ്ടും 10 മക്കളെ കൂടെ എന്ത് ചെയ്തു? നൽകി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇയ്യോബിൻ്റെ 10 മക്കൾ ആ സമയത്ത് എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. ഇയ്യോബിൻ്റെ 10 മക്കൾ സ്വർഗത്തിലുണ്ട്. പക്ഷേ സ്തോത്രം, അടുത്തത് എന്ത് ചെയ്തു? 10 കൂടെ ദൈവം കൊടുത്തു. ഞാൻ ഇന്നാന്നോ ഇന്നലെയാണെന്നോ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. ഇയ്യോബിൻ്റെ ഭാര്യ കാര്യം ഇയ്യോബിനെ തേച്ച് കളയുക, എന്നിട്ട് മരിച്ചു കളയാന്നൊക്കെ പറഞ്ഞാലും പിന്നീട് 10 മക്കളെ കൂടെ അവൾ പ്രസവിച്ചു. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പുള്ളിയുടെ മുമ്പിൽ ഒന്നുമല്ല. 20 മക്കളെ എന്ത് ചെയ്തു? 20 മക്കളെ പ്രസവിച്ചവളാണ് ആര്? ഇയ്യോബിൻ്റെ ഭാര്യ. സ്തോത്രം. ദൈവം കൊടുത്തത്. ഇയ്യോബിൻ്റെ മക്കളെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ആ ദേശത്തെങ്കിലും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ മക്കളെ പോലെ. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇയ്യോബിൻ്റെ പെമ്മക്കളുടെ പേരിടാൻ, എല്ലാ പേരും ഇടാൻ പറ്റില്ല, കെസിയ എന്നുള്ളതാണ് എളുപ്പം ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. മറ്റേ തന്നെ കേരൻ ഉപ്പ് സ്തോത്രം, എമിമയുണ്ടല്ലോ. അപ്പം അങ്ങനെ ആ പേര് അവരെ എഴുതിയിരിക്കുക. കാരണം എന്നാന്ന് ചോദിച്ചാൽ ദൈവം അങ്ങ് നൽകിയാൽ അതൊരു ഇരിപ്പതാ. ഹല്ലേലൂയ. ദൈവം നൽകിയാൽ അത് ഇരിപ്പതാ. അവൻ്റെ അളവിനൊത്തവണ്ണമാണ് തരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിവിടെ ചിന്തിച്ചത് ശിഷ്യന്മാർ വിചാരിച്ച കർത്താവ് ഇങ്ങനെയൊന്നും പോകത്തില്ല, ഞങ്ങൾക്കിവിടെ രാജാവായിട്ട് വാഴാമെന്നൊക്കെ അവർ ഓർത്തിരുന്നതാണ്. പക്ഷേ കർത്താവ് പോകുമെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നാൽ ഹൃദയം കലങ്ങിപ്പോകരുത്. പെട്ടെന്ന് ഏതൊരു കാര്യത്തിനും സ്തോത്രം അതിനൊരു പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത കാര്യമൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. പരിഹാരമില്ലാത്ത കാര്യം വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ഞാൻ ഇന്നിവിടെ കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ കഴിയുമ്പോൾ കറണ്ടൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയോട് പറഞ്ഞ് അകത്തെ മെയിൻ സ്വിച്ച് ആദ്യം പോയി കണ്ടേച്ച് വരാൻ പറഞ്ഞു. പുതിയത് മാറിയതാണ്. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളില്ലേ, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണ്ടേ? ഹല്ലേലൂയ. നമ്മൾ ബുദ്ധിയോടെ ചെയ്യേണ്ടത് ബുദ്ധിയോടെ ചെയ്യണം. ഹല്ലേലൂയ. ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ടത് ബുദ്ധിയോടെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. സ്തോത്രം. അനേക വാസസ്ഥലങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, ഈ ഓരോ ഗ്രഹങ്ങളും നമ്മുടെ ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുമ്പോഴത്തേക്ക് 365 ദിവസം, ഒരു വർഷം മതി. അതിൻ്റെ അപ്പുറമുള്ള ഗ്രഹങ്ങൾ 2 വർഷമുള്ളതുകൊണ്ട്, 4 വർഷമുള്ളതുകൊണ്ട്, 8 വർഷമുള്ളതുകൊണ്ട്, 16 വർഷമുള്ളതുകൊണ്ട്, അത് അത്രയും ചുറ്റിയാലേ ഇതിനെ ഒരു പ്രാവശ്യം എന്ത് ചെയ്യുള്ളൂ? ചുറ്റാൻ പറ്റത്തുള്ളൂ. അതുപോലെ അനേക നക്ഷത്ര മണ്ഡലങ്ങൾ, അനേക ഗ്രഹങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ട് ഇവിടുന്ന് ഒരു റോക്കറ്റ് നേരെ മുകളിലോട്ട് അയച്ചെന്നും വെച്ചു. അതിന് ഇനിയും ഫുൾ ഇന്ധനമുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അത് എത്ര കോടി വർഷം സഞ്ചരിച്ചാലും അങ്ങേയറ്റത്തില്ല. അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞ ഞാൻ ഒന്ന് ഇവിടുന്ന് നമ്മൾ റോക്കറ്റ് കിട്ടുമെന്ന് വെച്ചു. അത് ഇപ്പം ചന്ദ്രനിലോട്ട് പോകുന്നോ ചൊവ്വായിലോട്ട് പോകുന്നോ അല്ല, അതങ്ങ് നേരെ പോയാൽ അതിൻ്റെ ആയുസ് മുഴുവൻ ഇന്ധനം ഉണ്ടെന്ന് വെച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് സൗരോർജ്ജം അല്ലെങ്കിൽ മറ്റേ ഊർജ്ജത്തിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞാലും ഇതവിടെ എത്തിത്തീരുകയില്ല. ഈ ലോകത്തിൻ്റെ അങ്ങേയറ്റത്ത് എന്ത് ചെയ്യല?
എന്നാലും നിങ്ങൾക്കൊന്ന് സ്തോത്രം പറയാൻ തന്നെ. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിത്തീരുകയല്ലെന്ന്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ സന്നയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞു. ആ ഒറ്റ പ്രത്യാശയാണ് നമ്മൾ ഈ യോഗം കൂടുന്നതിൻ്റെ കാര്യം. ആ ഒരു പ്രത്യാശ കൊണ്ടാണ് നമ്മൾ യോഗം കൂടുന്നത്, ആരാധന കൂടുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. ഇതുപോലെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും ലോകത്തിൽ ഒരു നേതാക്കന്മാരുമില്ല. ഇതുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു നേതാക്കന്മാരുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ നേതാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പ്രതികാരം ചെയ്യുന്നവനല്ലവൻ. അവൻ ലോകത്തിലായിരുന്നവ പറഞ്ഞ് നിന്റെ ഒരു കർണത്തിനടിച്ചാൽ മറ്റേ കർണം കൂടെ എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. അവൻ താഴ്മയും വിനയമുള്ളവനാകയാൽ അവൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാനൊരു മർമ്മം പറയട്ടെ. ഉള്ളിൽ പക വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ പിൻപറ്റുന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. അത് പാസ്റ്ററായാലും സെൻട്രൽ പാസ്റ്ററായാലും ആരായാലും. കാരണം കർത്താവ് പറഞ്ഞു, അവൻ നമ്മളോട് ക്ഷമിച്ചതുപോലെ നാമും എന്ത് ചെയ്യേണ്ടവരാ, ക്ഷമിക്കേണ്ടവരാ. നമുക്ക് ആരോടെങ്കിലും വല്ല കയ്പോ വിദ്വേഷമോ ഇത് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട്, സ്തോത്രം, നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് വെച്ചുകൊണ്ട് നമ്മൾ ആജീവനാന്തം പൊരുതുകയാണെങ്കിൽ, ആ പക മാറിപ്പോയില്ലെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, എന്തിനാ പകയ്ക്കുന്നത്? നമ്മളൊരു വ്യക്തിയെ, സ്തോത്രം, മറ്റൊരു വ്യക്തി പകയ്ക്കുന്നതിൻ്റെ കാര്യം എന്താ? സ്തോത്രം, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നമ്മുടെ ഇഷ്ടം സാധിച്ചില്ല, ആ ഒരു കാര്യത്തിനാണ് നമ്മൾ പിണങ്ങുന്നത്, പക വരുന്നത്. സ്തോത്രം, ഇവിടെ ശ്രദ്ധിച്ച് കർത്താവ് പറയുകയാണ്, ആ വാക്യം തന്നെ താഴോട്ട് വായിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് എന്ത് ചെയ്യും, വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം, ഹല്ലേലൂയ. വെളിപ്പാട് 21:2 പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കുന്ന നഗരം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവിടെയിട്ടാണ് കർത്താവ് തൻ്റെ കാന്തയെ പാർപ്പിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. സഹസ്രാബ്ദ വാഴ്ചയൊക്കെ കഴിഞ്ഞ്, സ്വർഗത്തിലെ വാസം കഴിഞ്ഞ് 7 വർഷം കർത്താവിനോടൊപ്പം അവരായിരിക്കും. സഭ തൻ്റെ കാന്ത കർത്താവിനോടൊപ്പമായിരിക്കും 7 വർഷം. അതിനുശേഷം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലേക്ക് വന്ന് യെരൂശലേം തലസ്ഥാനമാക്കി യേശു കർത്താവ് 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സഭ, അവർ ദൈവദൂത തുല്യമാണ്. അവർക്ക് ശരീരമെടുക്കാം. കർത്താവ് പറഞ്ഞല്ലേ ശിഷ്യന്മാരോട്, നിങ്ങൾ 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും എന്ത് ചെയ്യും, ന്യായം വിധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്പത്തിൽ വിശ്വസ്തനായവനെ നീ 10 പട്ടണത്തിന് എന്ത് ചെയ്യുക, അധികാരിയായിരിക്കുക. നീ 5 പട്ടണത്തിന് അധികാരിയായിരിക്കുക. ഇത് കേട്ടിട്ട് പോകരുത് കേട്ടോ. ഇങ്ങനെ ഒരു അവസ്ഥ ദൈവം നമുക്ക് തരുന്നുണ്ട്. 5 പട്ടണത്തിന് അല്ലെങ്കിൽ 10 പട്ടണത്തിന് നീ അധികാരിയായിരിക്കുക എന്ന് പറയുക. ഹല്ലേലൂയ. അവർ ദൈവദൂതൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അതൊരു പ്രത്യേക അനുഭവമാണ്. അല്ലാതെ അവിടെ വേറെ കല്യാണമില്ല, വേറെ പരിപാടികളൊന്നുമില്ല. ആ ശരീരത്തിൽ ഭക്ഷണം കഴിക്കണ്ട. നമുക്ക് ഒരു എനർജിയുടെ ആവശ്യമില്ല. നമ്മൾക്കിപ്പോൾ എന്തിനാ നമ്മൾ ഓരോന്ന് കഴിക്കുന്നത്? അത് കഴിച്ചാലേ നമുക്ക് ആരോഗ്യമുള്ളൂ, എനർജിയുള്ളൂ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയ ശരീരം വരുമ്പോൾ സ്വർഗീയമായ ശരീരമാണ്. അതിന് വേറെ ഒരു ഭക്ഷണമോ എനർജിയുടെ ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എനർജിയാണ് ഇതിനകത്ത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പിന്നീട് അവർ വിവാഹം കഴിക്കത്തില്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നാം ഇവിടെ എഴുതിയിരിക്കുകയാണ്, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെത്താൻ ഒരുക്കുക എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന നന്മ പ്രവൃത്തികളെക്കുറിച്ചാണ്, നീതി പ്രവൃത്തികളെക്കുറിച്ചാണ് പറയുന്നത്. തന്നെത്താൻ ഒരുക്കുക എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിൽ പോകുന്ന പരിപാടിയല്ല കേട്ടോ. അവർ ചെയ്ത നീതി പ്രവൃത്തികൾ. സ്തോത്രം.
ഒന്ന് രണ്ട് വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, വെളിപ്പാട് 22:12. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് പറയാ, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എന്റെ പക്കലുണ്ട്. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചെയ്താലും അതനുസരിച്ച് നമ്മളോട് ദൈവം ഇടപെടും. നമ്മൾ അളക്കുന്ന അളവിനാൽ അളന്ന് കിട്ടും. അളക്കുന്ന അളവിനാൽ അളന്ന് കുലുക്കി മടിയിൽ എന്ത് ചെയ്യും? തരും. നല്ലതാ ചെയ്യുന്നെങ്കിൽ അളന്ന് കുലുക്കി നമുക്കത് തരുവാനിടയായിത്തീരും. തിന്മയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നത്, അത് നമുക്ക് അളന്ന് കുലുക്കി കിട്ടും. ഹല്ലേലൂയ. എനിക്കൊരു പ്രയാസമോ വേദനയോ വരുമ്പോൾ ഞാൻ ചിന്തിക്കും, കർത്താവേ എന്തുകൊണ്ടാണ് അത് വന്നത്, എന്തുകൊണ്ടാണ് എനിക്കത് പറ്റിയത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കണം. കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ എൻ്റെ പക്കലുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 8 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ച് നമ്മൾ ചിന്തിച്ചു വരുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു പറയുമ്പോൾ അവരുടെ വിശുദ്ധ പ്രവൃത്തികളാണ്, നീതി പ്രവൃത്തികളാണ്. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ. വളരെ ശ്രദ്ധിക്കണം. ദൈവമക്കളുടെ പ്രത്യാശയുടെ ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് ദൈവം പ്രതിഫലം തരുന്നത് പാസ്റ്റർമാർക്ക് മാത്രമല്ല, സ്നാനപ്പെടുത്തുന്നവർക്ക് മാത്രമല്ല, കല്യാണം നടത്തുന്നവർക്ക് മാത്രമല്ല, ശവമടക്കുന്നവർക്ക് മാത്രമല്ല. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പ്രതിഫലമുണ്ട്. ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തിരുവചനം പറയുകയാണ്, നടുന്നവനും നനയ്ക്കുന്നവനും സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ നടുന്നവനും നനയ്ക്കുന്നതിനും മാത്രമല്ല, മറ്റൊരുത്തനായിരിക്കും ഫലം എന്ത് ചെയ്യുന്നത്? കൊയ്യുന്നത്. ഫലം കൊയ്യുന്നത് മറ്റൊരുത്തനായിരിക്കും. പക്ഷെ ഇവർക്കെല്ലാം എന്താണ്? സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുക, അതുകൊണ്ട് നടുന്നവൻ ആരായാലും നനയ്ക്കുന്നവൻ ആരായാലും ഓരോരുത്തന് താന്താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കിട്ടും. അതുകൊണ്ട് ആരെങ്കിലും അധ്വാനിച്ച് ആരും കൂലി തന്നില്ലെങ്കിൽ ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ആരെങ്കിലും അധ്വാനിച്ച് കൂലി തന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ അധ്വാനത്തിന്, നിന്റെ ഓട്ടത്തിന്, നിന്റെ അധ്വാനത്തിന് എല്ലാം പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് എന്തിനാണ് പ്രതിഫലം ലഭിക്കേണ്ടതെന്നൂടെ ചിന്തിക്കണം. ഹല്ലേലൂയ. നമുക്ക് എന്തിനാണ് കർത്താവ് പ്രതിഫലം തരേണ്ടത്? ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിനെ ശ്രദ്ധിക്കണം. താഴോട്ട് വായിച്ചാട്ടെ. ഓരോരുത്തരും താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ജ്ഞാനം അത് നമ്മളൊന്ന് മനസ്സിലാക്കും. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. ചിലർക്ക് പാടാൻ എന്ത് നല്ല കഴിവാണെന്നറിയാം. അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. അപ്പോൾ അതിനകത്ത് നല്ലപോലെ പാടാൻ അറിയാവുന്നവരാണെങ്കിൽ 3-4 മണിക്കൂർ വേണേലും പ്രസംഗിക്കാം. കാരണം അവർ പാട്ടങ്ങ് എടുത്തിട്ട് അവർ 15 മിനിറ്റ് എന്ത് ചെയ്യും? പോകും. ഈ പ്രസംഗത്തിനകത്ത് അതും പാസ്റ്റർമാരുടെ ഒരു ടെക്നിക്ക് കൂടാട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിനകത്ത് 3-4 പാട്ടങ്ങ് എടുത്തിട്ട് കഴിഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, അതങ്ങ് പൊക്കോളും. ഹല്ലേലൂയ. ഇനിയും ഒരു കാര്യമില്ലെങ്കിലും സഭയിൽ സാക്ഷ്യം പറയണം ഞായറാഴ്ച എന്ന് പാസ്റ്റർമാർ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സഭായോഗം അത്രയും നേരം നീണ്ടു പൊക്കോളും. അതാ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പലരും ഉണ്ടെങ്കിൽ എന്നോട് വിമർശിച്ചോട്ട്. ഹല്ലേലൂയ. അത്യാവശ്യം ആളുകളെ ബോറടിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ഇനി ദൈവം ചെയ്ത ഉപകാരമോ നന്മയോ ഉണ്ടെങ്കിൽ സ്തോത്രം അത് പറയണം. ഹല്ലേലൂയ. നമ്മുടെ പല സഭകളിലെയും സാക്ഷി എന്തുവാ? കഴിഞ്ഞ ആഴ്ച കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, കർത്താവ് കാത്തു, ഇവിടെ ആരാധിക്കാൻ വന്നു. സ്തോത്രം. നീ വന്നതിനെ ഒരു സാക്ഷിയാണ്, നീ അതെടുത്ത് പറയേണ്ട കാര്യമില്ല. സ്തോത്രം. ഇങ്ങനെ 50 പേര് പറയുമ്പോൾ എത്ര മിനിറ്റ് പോയി?
50 മിനിറ്റ് അല്ല, 2 മിനിറ്റ് എടുത്താൽ 100 മിനിറ്റ്. 100 മിനിറ്റ് ആയപ്പോൾ 1.5 മണിക്കൂർ അങ്ങ് പോയി. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ സാക്ഷ്യം കുറച്ചൊക്കെ വെള്ളിയാഴ്ച അവർ പറയുന്നുണ്ട്. ഇനി അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ സഭയിൽ ഉള്ളതുപോലെ പറഞ്ഞു പോവുക. ഇതിനകത്തൊന്നും ഇതൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഞായറാഴ്ച പ്രസംഗിക്കാൻ പറ്റി ദൂതില്ലെങ്കിൽ ദൂത് തീർന്നു ആമേന്ന് പറയും. എൻ്റെ സ്വഭാവം അതാ. കാരണം എന്തെങ്കിലും ദൈവം തന്നാലല്ലാതെ പറയാൻ പറ്റുമോ? ദൈവം തരാതെ വല്ലതും പറയാൻ പറ്റുമോ? ചിലപ്പോൾ പ്രസംഗിക്കുന്ന ആളുകൾക്കറിയാം എഴുന്നേറ്റ് എന്നൊന്നും പറയാൻ വയ്യാത്ത പോലെ തോന്നിപ്പോവും. ഹല്ലേലൂയ. ഇതിൻ്റെ ഉടയവൻ തരുന്നവൻ ദൈവമാ. താഴോട്ട് വായിച്ച, വേഗം വായിച്ച, ഒരു വാക്യം കൊണ്ട് വായിച്ച അവസാനിക്കും. ഞാൻ മറ്റൊരുത്തൻ മീതെ പണിയുന്നു. അപ്പൊ ഒരുത്തൻ അടിസ്ഥാനം ഇട്ടു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ഓരോരുത്തരും നോക്കണം താൻ എങ്ങനെയാ പണിയുന്നെന്നുള്ളത്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. മറ്റൊന്നിടാൻ ആർക്കും കഴിയത്തില്ല. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് സകല പണിയും. കർത്താവിനെ കൂടാതെ ഒന്നുമില്ല. അനേക ഇടങ്ങളിലും കർത്താവ് പുറത്താ, അനേക വീടുകളിൽ കർത്താവ് പുറത്താ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുക. എന്താ വാതിൽക്കൽ നിൽക്കാൻ കാരണം? നീ അകത്തോട്ട് കയറ്റിയിട്ടില്ല, അകത്തോട്ട് അവനെ സ്വീകരിച്ചിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലയിടങ്ങളിലും കർത്താവിന് വലിയ സ്ഥാനമൊന്നുമില്ല ആലയത്തിൽ. കാരണം അവരവരുടെ വലിയ വലിയ ആളുകളെ അവരെ പുകഴ്ത്തി പറയുക, അവരെ ഉയർത്തി പറയുക, അവർക്ക് സ്ഥാനം കൊടുക്കുക, അവരെക്കുറിച്ച് പറയുക, അതൊക്കെയാണ് പലയിടങ്ങളിലുമുള്ളത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. വായിച്ചേ, താഴോട്ട് വായിച്ചേ. സ്തോത്രം 14 വരെ. യേശുക്രിസ്തു നട്ടിരിക്കുന്ന അടിസ്ഥാനമല്ല മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി, അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോല് എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അതെങ്ങനെയാ? ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. കത്തിപ്പോയെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒന്നുമില്ല പ്രതിഫലം. പൊന്നുകൊണ്ട് പണിയുന്ന ആരെങ്കിലും കാണും? ഇച്ചിരി ഉള്ളു പൊന്ന്. അതേസമയം വൈക്കോല് കൊണ്ട് പണിതാലോ ഭയങ്കര സെറ്റപ്പാണ്, ഇഷ്ടം പോലെ കാണാനുണ്ട്. പക്ഷേ വൈക്കോല് കൊണ്ട് പണിതത്, സ്തോത്രം, ഹല്ലേലൂയ, അത് തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ ഒരു മുറം ചാരമായിട്ട് മാറത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പൊന്നുകൊണ്ട് പണിതാലോ, സ്തോത്രം, തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ, സ്തോത്രം. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ എന്ത് ചെയ്യും? പുറത്തു വരും. വിശുദ്ധന്മാരുടെ സൽപ്രവൃത്തികളായി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. എഫേസ്യർ 2:10 വായിക്കണ്ട. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മളെല്ലാവരും സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മുടെ സ്വാർത്ഥതയല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, സ്വാർത്ഥതയല്ല, സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. സ്തോത്രം. മത ബാബിലോൺ എന്ന് വെച്ചാൽ നാമധേയ ക്രിസ്തീയ സമൂഹം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ 18-ലും വായിച്ചു, 17-ലും വായിച്ചു. മഹദിയാം ബാബിലോൺ എന്ന് പറയുമ്പോൾ മഹാവേശ്യ എന്ന് എഴുതിയേക്കുന്നത്. എന്നാൽ സഭ കന്യകയും മണവാട്ടിയുമാണ്, ഏക പുരുഷന്റെ കാന്തയാണ്. ഹല്ലേലൂയ. നാമധേയ സംഘടന എല്ലാവരെയും ആരാധിക്കും, എല്ലാവരോടും പ്രാർത്ഥിക്കും, എല്ലാവരെയും ആരാധിക്കും, അവരുടെ രൂപങ്ങൾ എടുത്തു വെക്കും. അത് പിതാവിന്, സ്വർഗീയ പിതാവ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, നമ്മുടെ കർത്താവ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നിടത്ത് ഒരു മനുഷ്യൻ്റെ രൂപമോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ രൂപമോ ഇടജാതിയുടെ രൂപമോ ഒന്നിൻ്റെയും രൂപം വെക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇങ്ങനെയുള്ള ആരാധനയാണ് പിതാവ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ, ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. ആരും പിണങ്ങിയിട്ട് കാര്യം, ഒരു ശവം അടക്കുമ്പം അതിൻ്റെ ചുറ്റും ധൂപം ഇങ്ങനെ വീശുന്നോർത്ത് അദ്ദേഹം സ്വർഗത്തിലോട്ട് പോകത്തില്ല. അത് സത്യമായ കാര്യമാണ്. ധൂപത്തിൻ്റെ മണം ഉണ്ടെങ്കിൽ നല്ല, അവിടെ നിൽക്കുന്നവർക്കൊരു സന്തോഷമുണ്ട്.
കാരണം വേറെ മണം ഉണ്ടെങ്കിൽ അതിൽ ആ മണം ഈ മണം അങ്ങ് ലയിച്ചു പോകും, നല്ലതാണ്. അതല്ലാതെ സ്വർഗത്തിൽ പോകാൻ ഇതുകൊണ്ടൊന്നും എത്ര ധൂപം 100 വർഷം വെച്ചാലും മാനസാന്തരപ്പെടാത്ത ഒരുത്തൻ, സ്തോത്രം, സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ, സ്വർഗത്തിൽ പോകത്തില്ല. ഞാൻ എവിടെയോ വായിച്ച ഒരു കാര്യമാണ്, നേരത്തെ വായിച്ച, ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഒരു മനുഷ്യൻ മരിച്ചു, സഭയിലുള്ള പുള്ളിയാണ്, പക്ഷേ പുള്ളി കൊള്ളുകയില്ലാത്തവനായിരുന്നു, തെമ്മാടിയായിരുന്നു, ഉപദ്രവകാരിയായിരുന്നു, സഭയിലെ അംഗമാണ്. അവിടുത്തെ പാസ്റ്റർ പ്രസംഗിക്കാൻ നേരത്തുള്ള കാര്യം പറഞ്ഞു, ഈ മനുഷ്യൻ ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു, ഇദ്ദേഹം സ്വർഗത്തിലൊന്നും പോകത്തില്ല, പിന്നെ കുഴിച്ചിടാനുള്ള പണി നമ്മൾ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ, ഉള്ള കാര്യം പറഞ്ഞു. അത് കേട്ട അനേകർ സത്യത്തിന് വന്നെന്നാണ് പറഞ്ഞേ. ഞാൻ വായിച്ച, ഞാൻ എപ്പോഴും ഓർക്കുന്നില്ല, ആരെങ്കിലും കേട്ട ഓർക്കും. കാരണം അത് കേട്ട് ഈ മനുഷ്യൻ, ഈ പാസ്റ്റർ അല്ലെങ്കിൽ ആ ശുശ്രൂഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആളെ പൊതിഞ്ഞൊന്നുമില്ല, പൊതിയാനൊന്നും നിന്നില്ല. സ്തോത്രം. മരിച്ചു കഴിഞ്ഞേച്ച് പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാം പൊതിച്ചിലും സോപ്പുമാണ്. കയ്യറുത്താ ഉപ്പ് ആകാത്തവന് നമ്മളെന്തോ പറയും, അവൻ വിശുദ്ധനായിരുന്നു, ഒത്തിരി സൽപ്രവൃത്തി ചെയ്ത്, കാരണം അല്ലേ പിള്ളേർ സമ്മതിക്കുമോ ഇവിടെ മൈക്ക് കൊടുത്തേച്ച്. ഹല്ലേലൂയ, ശ്രദ്ധിക്കണേ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരാറായി, അവൻ്റെ കാന്ത എടുക്കപ്പെടാറായി. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.